ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് റിട്ടേൺ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം ബ്രേക്ക് ഡിസ്കസ് ചെയ്തു, പിന്നെ കണ്ടിന്യൂ ഡിസ്കസ് ചെയ്തു, പിന്നെ ഗോ ടു ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് റിട്ടേൺ, ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ജമ്പിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ റിട്ടേൺ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളുടെ പ്രോഗ്രാമിൻ്റെയൊക്കെ എൻഡിൽ അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെയൊക്കെ എൻഡിൽ നമ്മൾ ആ ഒരു ഫംഗ്ഷൻ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻഡ് എന്നുള്ളൊരു മീനിങ്ങിൽ നമ്മൾ ഈ റിട്ടേൺ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. റിട്ടേൺ 0 അല്ലെങ്കിൽ റിട്ടേൺ എന്ന എന്തെങ്കിലും വാല്യൂ ഒക്കെ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ ആ ഒരു ഫംഗ്ഷൻ ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് മെയിൻ ഫംഗ്ഷനിലേക്ക് ആ ഒരു കൺട്രോൾ പാസ് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ ആ റിട്ടേൺ എന്ന് പറയുന്ന ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ വാല്യൂ വെച്ചിട്ടാണ് റിട്ടേൺ ചെയ്യാറ്, ചിലപ്പോൾ വാല്യൂ ഇല്ലാതെ റിട്ടേൺ ചെയ്യും. പല രീതിയിലും നമ്മളത് ചെയ്യാറുണ്ട്. ഓരോ പ്രോഗ്രാമും ഓരോ രീതിയിലാണ് അത് ഡിഫൈൻ ചെയ്ത് കൊണ്ടുവരുന്നത്. റിട്ടേൺ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂഷ്വലി യൂസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് എ ഫംഗ്ഷൻ ടു എൻഡ് ഓർ ടെർമിനേറ്റ് ഇറ്റ് വിത്ത് ഓർ വിത്തൗട്ട് എ വാല്യൂ. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ എൻഡ് ചെയ്യണം അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യണം, അങ്ങനത്തെ ആ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് റിട്ടേണിനെ കൊടുക്കുന്നത്. മാത്രമല്ല ചിലപ്പോൾ വിത്ത് എ വാല്യൂ ആയിരിക്കാം, ചിലപ്പോൾ വിത്തൗട്ട് എ വാല്യൂ ആയിരിക്കാം. ഇറ്റ് ടേക്ക് ദ കൺട്രോൾ ഫ്രം ദ കോളിംഗ് ഫംഗ്ഷൻ ബാക്ക് ടു ദ മെയിൻ ഫംഗ്ഷൻ. ഇതെന്താണ് കാര്യമായിട്ട് ചെയ്യുന്നത്? ആ ഒരു കോളിംഗ് ഫംഗ്ഷൻ ഉണ്ടല്ലോ, നമ്മളൊരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ പെർഫോം ചെയ്തിട്ടാണല്ലോ ഓപ്പറേഷൻസ് നടക്കുന്നത്. ആ ഫംഗ്ഷനിൽ നിന്ന് മെയിൻ ഫംഗ്ഷനിലേക്ക് കൺട്രോള് ബാക്കായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിട്ടേൺ യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിൻ ഫംഗ്ഷൻസ് ഇറ്റ്സെൽഫ് തന്നെ ഒരു റിട്ടേൺ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ എൻഡിലൊക്കെ റിട്ടേൺ 0 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിനകത്ത് നിന്ന് ടെർമിനേറ്റ് ചെയ്യാറുണ്ട്. An important point to be taken into consideration is that return can only be used in functions that is declared with a return type such as int, float, double, char, etc. എങ്ങനത്തെ ടൈപ്പ് ഫങ്ഷൻസിലാണ് നമ്മൾ ഈ റിട്ടേൺ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. നമ്മളങ്ങനെ എല്ലാ ഫംഗ്ഷനിലും റിട്ടേൺ കയറി യൂസ് ചെയ്യാറില്ല. പകരം ഒരു റിട്ടേൺ ടൈപ്പ് കൊടുത്തിട്ടുള്ള ഡിക്ലറേഷൻ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ടൈപ്പ് കൊടുത്തിട്ടുണ്ടാവും. ഇന്ന ഡാറ്റ ടൈപ്പ്, അതായത് ഇൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഫ്ലോട്ട് ആയിരിക്കാം, ചിലപ്പോൾ ഡബിൾ ആയിരിക്കാം, ചിലപ്പോൾ ക്യാർ ആയിരിക്കാം. അങ്ങനെ ടൈപ്പ് കൊടുത്തിട്ടുള്ള ഫംഗ്ഷൻസിലാണ് നമ്മൾ റിട്ടേൺ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇൻ്റാണ് കൊടുത്തിട്ടുള്ളെങ്കിൽ റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. ഫ്ലോട്ടാണ് കൊടുത്തിട്ടുള്ളെങ്കിൽ റിട്ടേൺ ചെയ്യുന്നത് ഒരു ഫ്ലോട്ട് വാല്യൂ ആയിരിക്കും. ഡബിളാണ് കൊടുത്തിട്ടുള്ളെങ്കിലോ ഡബിൾ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ക്യാർ ആയിരിക്കും. അതായത് എന്താണോ കൊടുത്തിട്ടുള്ളത് അതായിരിക്കും. If the functions declare with void type does not return any value. ചില ഫങ്ഷൻസ് നമുക്കറിയാം void ടൈപ്പ് ആയിട്ടും കൊടുക്കാറുണ്ട്. ചിലത് ഇൻറ്റ് കൊടുക്കാറുണ്ട്, ക്യാർ കൊടുക്കാറൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ റിട്ടേണും കൊടുക്കാം. എന്നാൽ void ടൈപ്പ് കൊടുക്കുന്ന സമയങ്ങളിലൊന്നും നമ്മളവിടെ റിട്ടേൺ വാല്യൂ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഓൾസോ ദ ഫംഗ്ഷൻ റിട്ടേൺ ദ വാല്യൂ ദാറ്റ് ബിലോങ് ടു ദ സെയിം ഡാറ്റ ടൈപ്പ് ആസ് ഇറ്റ് ഡിക്ലെയർഡ്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്, നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഏത് ഡാറ്റ ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത് ആ ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂ തന്നെയായിരിക്കണം എന്ത് റിട്ടേണിൽ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു ഇൻ്റാണ് ഫംഗ്ഷൻ്റെ ടൈപ്പ് എങ്കിൽ നമ്മൾ ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ ചെയ്തിരിക്കാം. ഇവിടെ നമുക്കൊരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഇൻറ്റീജർ ആയിട്ടുള്ള ഒരു ആസ്കി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാര എന്താണ് ആസ്കി, അതായത് ആസ്കി നമ്പേഴ്സ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് ഇൻറ്റീജർ വാല്യൂ ഉണ്ടാവും, ഒരു ക്യാരക്ടർ വാല്യൂ ഉണ്ടാവും. ഇന്ന ക്യാരക്ടറിന് ഇന്ന നമ്പർ എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ നമ്പറാണ് പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ സ്കാൻ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അതിൻ്റെ ക്യാറാണ് ഔട്ട്പുട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സാമ്പിൾ എക്സാമ്പിളാണ് ഇവിടെ കൊടുക്കുന്നത്. എല്ലാത്തിൻ്റെ അപ്പുറം നമ്മൾ നോട്ട് ചെയ്യുന്നത് റിട്ടേണിനെ കുറിച്ചാണ് കേട്ടോ. നമുക്ക് നോക്കാം. ആഷ് ഇൻക്ലൂഡ് stdio.h ക്യാർ ഫംഗ്ഷൻ ഇൻറ്റ് ആസ്കി, പിന്നെ കേളി ബ്രേസിനകത്ത് റിട്ടേൺ ക്യാർ ആസ്കി എന്നാണ് കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, നമുക്ക് സിസ്റ്റത്തിന് അറിയാം. പിന്നെ ഇൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടർ ആസ്കി എന്താണെന്നൊക്കെ സിസ്റ്റത്തിൽ ഓൾറെഡി ബിൽറ്റിനാണ്. അപ്പോൾ നമ്മളിവിടെ ക്യാർ ഫംഗ്ഷൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ടൈപ്പ് എന്താ സെറ്റ് ചെയ്തത്? ക്യാറാണ്. അപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്യണ അവിടുത്തെ കൊടുത്തത് നിങ്ങൾക്ക് കാണാം ക്യാർ ആസ്കി എന്നാണ് പറഞ്ഞത്. അതായത് ഫംഗ്ഷൻ ടൈപ്പ് ക്യാർ ആയതുകൊണ്ട് റിട്ടേൺ ചെയ്യുന്നതും ഒരു ക്യാർ ആയിരിക്കും. ഇവിടെ ഇൻറ്റാസ്കി കണ്ട് ചിലർ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ഇതൊരിക്കലും ഇതിനെ ബാധിക്കുന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പാരാമീറ്റർ എന്താണ്, ഒരു ഇൻറ്റീജർ നമ്പർ ആണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മളവിടെ ഇൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഫംഗ്ഷൻ്റെ ടൈപ്പ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മുന്നെയാണ്. ആ ക്യാർ എന്നുള്ളതാണ് ഫംഗ്ഷൻ്റെ ടൈപ്പ്. റിട്ടേൺ ചെയ്യുന്നതും ഒരു ക്യാർ ആയിരിക്കും. ഇനി നമുക്ക് മെയിനിലേക്ക് പോകാം. ഇൻറ്റ് മെയിൻ അവിടെ തന്നെ പ്രത്യേകത ഉണ്ട്. കാരണം വോയിഡ് മെയിൻ എന്ന് കൊടുത്തിരുന്നെങ്കിൽ നമുക്കവിടെ റിട്ടേൺ കൊടുക്കുന്ന പ്രസക്തിയില്ല. ഇവിടെ ഇൻറ്റ് മെയിനാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ഇൻറ്റീജർ ടൈപ്പ് മെയിനാണിത്. അപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ 0 എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുത്ത് ടെർമിനേറ്റ് ചെയ്യാവുന്നതാണ്. ഇൻറ്റ് ആസ്കി, ക്യാർ CH എന്നൊക്കെ പറഞ്ഞ വേരിയബിൾസ് കൊടുത്തു. പ്രിൻ്റ് ഓഫ് എൻ്റർ എനി ആസ്കി വാല്യൂ ഇൻ ഡെസിമൽ, ഏതെങ്കിലും ഒരു നമ്പറിൽ ആസ്കി വാല്യൂ കൊടുക്കുക. സ്കാൻ ഓഫ് %d ആംപർസൻഡ് ആസ്കി
CH ഈക്വൽ ടു ഫംഗ്ഷൻ ആസ്കി. നമ്മൾ എന്ത് ചെയ്തു, ആ ഫംഗ്ഷൻ അങ്ങ് കോൾ ചെയ്തു. അങ്ങനെ അപ്പോൾ ഫംഗ്ഷനിലേക്ക് തിരിച്ചെത്തി. അവിടെ അതിൻ്റെ ആസ്കി പറഞ്ഞ വാല്യൂവിനെ അവരെന്ത് ചെയ്യുക, ആക്സസ് ചെയ്തു. എന്നിട്ട് റിട്ടേൺ ചെയ്തത് അതിൻ്റെ ക്യാരക്ടർ ആസ്കിയാണ്. ആ റിട്ടേൺ ചെയ്ത വാല്യൂവിനെ പ്രിൻ്റ് ഓഫ് ദ ക്യാരക്ടർ ഈസ് %CCH എന്ന് പറഞ്ഞ് അവിടെ പ്രിൻ്റ് ചെയ്തു. റിട്ടേൺ 0. ഇത്രയാണ് ഈ ഒരു പ്രോഗ്രാമിനകത്ത് നടന്നത്. ഇവിടെ റിട്ടേൺ 0 കൊടുക്കാൻ കാരണം എന്താണ്, നമ്മൾ ഇൻറ്റ് മെയിൻ എന്നാണ് കൊടുത്തത്. ഞാൻ ആ ഇൻറ്റ് മെയിൻ പറഞ്ഞപ്പോൾ തന്നെ അവിടെ പറഞ്ഞതാണ്. അവിടെ റിട്ടേൺ 0 വരാൻ കാരണം ഇൻറ്റ് മെയിൻ ആണ്. പിന്നെ മറ്റോടത്ത് ക്യാർ ആയതുകൊണ്ട് റിട്ടേൺ ചെയ്തത് ക്യാറാണ്. അപ്പോൾ രണ്ട് രീതിയിലുള്ള ഡിക്ലറേഷൻ ഇവിടെ നടന്നു. ഒരു ഫംഗ്ഷൻ ക്യാരക്ടർ ടൈപ്പും മറ്റൊരു ഫംഗ്ഷൻ ഇൻറ്റീജർ ടൈപ്പുമാണ്. ഇനി ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത്, എൻ്റർ എനി ആസ്കി വാല്യൂ ഇൻ ഡെസിമൽ. ഒരു ആസ്കി വാല്യൂ കൊടുക്കുക ഡെസിമലിൽ. അപ്പോൾ 110 ആണ് കൊടുത്തത്. അതിൻ്റെ ക്യാരക്ടർ എന്താണ്, n ആണെന്ന് പറഞ്ഞ റിസൾട്ടും വന്നു. സിമ്പിളായിട്ടുള്ള ലോജിക്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഈ ഫംഗ്ഷൻസിനൊക്കെ എങ്ങനെയാണ് റിട്ടേൺ ടൈപ്പ് കൊടുത്തത്, എന്തുകൊണ്ട് കൊടുത്തു, എങ്ങനെയൊക്കെ അത് സിൻടാക്സും കാര്യങ്ങളൊക്കെയാണ് നോട്ട് ചെയ്യേണ്ട പോയിന്റ്. ദിസ് പ്രോഗ്രാം we have two functions that have a return type, but only one function is returning a value and the other is just used to terminate the function. ഇവിടെ രണ്ട് ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടും റിട്ടേൺ ടൈപ്പ് ഉള്ള ഫങ്ഷൻസാണ് യൂസ് ചെയ്തത്. ഒന്ന് എന്തായിരുന്നു, ക്യാർ ഫംഗ്ഷൻ ആയിരുന്നു. ഒന്ന് ഇൻറ്റ് ഫംഗ്ഷൻ ആയിരുന്നു. രണ്ടിനകത്തും അതിനനുസരിച്ചുള്ള റിട്ടേൺ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ക്യാർ കൊടുത്തപ്പോൾ അവിടെ റിട്ടേൺ ചെയ്തത് ഒരു ക്യാർ ആയിരുന്നു. ഇൻറ്റ് കൊടുത്തപ്പോൾ അവിടെ നമ്മൾ ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ ചെയ്തു. പക്ഷേ രണ്ടിൻ്റെ പർപ്പസ് ഡിഫറെൻ്റ് ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ഫസ്റ്റ് ഫംഗ്ഷനകത്ത് നമ്മൾ കണ്ടത്. ഒരു വാല്യൂ അവർ റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെക്കൻഡിന് ജസ്റ്റ് ആ ഒരു ഓപ്പറേഷൻ ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മീനിങ് ഉള്ളത്. ഫംഗ്ഷൻ ഫങ്ക് ഈസ് റിട്ടേണിംഗ് ദ ക്യാരക്ടർ വാല്യൂ ഓഫ് ദ ഗിവൺ നമ്പർ ഹിയർ 110. അതായത് ഒരു ഗിവൺ നമ്പർ കൊടുത്തു, ഒരാൾ പ്രിൻറ്റ് ചെയ്തു അല്ലെങ്കിൽ സ്കാൻ ചെയ്തു. ആ നമ്പറിൻ്റെ ക്യാരക്ടർ വാല്യൂ ആണ് ഇവിടെ റിട്ടേൺ ചെയ്തത്. We also see that return type of function is char because it returning a character value. ഈ ഫംഗ്ഷൻ്റെ ടൈപ്പ് നമ്മൾ പറഞ്ഞു ക്യാർ ആയതുകൊണ്ട് റിട്ടേൺ ചെയ്യുന്നതും ഒരു ക്യാരക്ടർ വാല്യൂ ആണ്. Return in main function return 0 because it is necessary to have a return value here because main has been given the return type int. ഇവിടെ നമ്മൾ റിട്ടേൺ 0 എന്നാണ് കൊടുത്തത്. ആക്ച്വലി നമുക്ക് ആ ടെർമിനേഷൻ എന്നുള്ള മീനിങ് ആണുള്ളത്, എങ്കിലും നമ്മൾ റിട്ടേൺ 0 ആണ് അവിടെ കൊടുത്തത്. കാരണം എന്തായിരുന്നു, ആ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ടൈപ്പ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മളവിടെ റിട്ടേൺ 0 എന്ന് സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇത്രയാണ് റിട്ടേണിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ മെയിൻ ഫംഗ്ഷനിലും റിട്ടേൺ യൂസ് ചെയ്ത് കണ്ടു, കോളിംഗ് ഫംഗ്ഷനിലും റിട്ടേൺ യൂസ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ നമുക്ക് എന്താണ് റിട്ടേൺ എന്നും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ എക്സാമ്പിൾ, അതിൻ്റെ സിൻടാക്സ്, ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ നമ്മളുടെ 4 ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് എന്തായിരുന്നു, ബ്രേക്ക് ആയിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ്, എന്തുകൊണ്ടാണ്, സിൻടാക്സ് എന്താണ്, എക്സാമ്പിൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ വന്ന നമ്മളുടെ നെക്സ്റ്റ് എന്തായിരുന്നു, ബ്രേക്ക് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ആയിരുന്നു. അതും എന്താണ്, എന്തിനാണ്, സിൻടാക്സ് എന്താണ്, എക്സാമ്പിൾ എന്താണ്, ഔട്ട്പുട്ട് എന്താണ്, എങ്ങനെയാണ് അത് പെർഫോം ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ വന്ന ഗോ ടു ആണ്. അതും എന്താണ്, എങ്ങനെയാണ്, സിൻടാക്സ്, എക്സാമ്പിൾ എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പോൾ റിട്ടേൺ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ എക്സേക്കൊക്കെ ചിലപ്പോൾ ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് തന്നെ വരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. കൺഫ്യൂസ്ഡ് ആവരുത് പല ഏരിയകളും. പിന്നെ വരുന്ന ഓരോ ടൈപ്പ് സെപ്പറേറ്റഡ് ആയിട്ട് ഒക്കെ ചോദിക്കാം, ഷോർട്ട് എസ്സേസ് ഒക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്തു കേട്ടോ. സംഭവം നമ്മളുടെ ക്ലാസ് വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫുൾ മാർക്ക് വാങ്ങാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.